പോലീസിൻ്റെ നല്ല പ്രവൃത്തികളും അതുപോലെ തന്നെ വീഴ്ചയും കാണാനിടയായ വാർത്തകൾ കണ്ടു. അപ്പോൾ അതിൽ എന്നെ വളരെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വാർത്തയെന്ന് പറയുന്നത്, ഇടുക്കി സബ് ഇൻസ്പെക്ടറായിട്ട് ഈ അടുത്ത സമയത്ത് സ്ഥലം മാറി വന്ന ബിബിൻ, SI ബിബിൻ, നോർത്ത് പറവൂർ സ്വദേശിയാണ് അദ്ദേഹം. അത് ഈ അടുത്ത സമയത്താണ് ഇടുക്കിയിലോട്ട് ട്രാൻസ്ഫറായി വന്നത്. അപ്പോൾ അവിടെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ, അതായത് ഉത്രാടത്തിൻ്റെ നിന്ന് രാവിലെ 11:30 മണിക്ക് 11 മണി കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ സന്ദേശം വന്നു. വർഗീസ് എന്ന് പറയുന്ന ഒരു പ്രവാസി, അത് അയാളുടെ ഭാര്യയെ വെട്ടിക്കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു, വെട്ടുകത്തിയെടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിവരമാണ്. പോലീസ് ഇമ്മീഡിയറ്റ്ലി അവിടെ പാഞ്ഞെത്തി. അപ്പോൾ അതിലെ SI ബിബിൻ, അതുപോലെ തന്നെ ഗ്രേഡ് SI ആയിട്ടുള്ള നോബിൾ തുടങ്ങി അവരുടെ ഒരു സംഘമാണ്, 4-5 പോലീസുകാരുമായിട്ട് അവരവിടെ ചെല്ലുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത്, കഥ ഉള്ളിൽ നിന്ന് അടച്ചേക്കാണ്. ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഈ ഗ്രഹനാഥൻ, അതായത് വർഗീസ് എന്നാണ് അയാളുടെ പേര്, അയാളൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്നേക്കുന്ന ആളാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പരാധീനതയൊക്കെ കാണുമല്ലോ. അയാളും ഭാര്യയും കൂടെ എന്തോ പറഞ്ഞ് കശവിശയുണ്ടായി, വഴക്കുണ്ടായി. രാവിലെ ഉത്രാടത്തിൻ്റെ അന്നാണ്, രാവിലെ 11:30 മണിക്ക് നോക്കിയപ്പം ഇത് കഴിഞ്ഞ് ഇയാൾ ഈ ഭാര്യയെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ് വെട്ടുകത്തിയെടുത്തു. ഭാര്യ അപ്പോൾ ഉടനടി പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് വിവരം പറഞ്ഞു. ഇയാൾ മുറിക്കകത്ത് കയറി വാതിലടച്ചിട്ട് മോന്തായത്തിലോ മറ്റോ കയറ് കെട്ടി അതിൻ്റെ കുരുക്കിട്ട് അതിൻ്റെ കഴുത്തയിലോട്ട് ആ കുരുക്കിടാൻ നേരത്താണ് ഇവരവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ ബിബിൻ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ പോലീസുകാരാണെങ്കിൽ കെട്ടടാ പിടിടാ ആരടാ എന്നൊക്കെ ചോദിച്ച് വലിയ ബഹളം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇയാൾ തൂങ്ങും. അത് തന്നെ ചെയ്യാൻ പോകുന്നത് അയാൾ. കാരണം അപ്പോൾ വളരെ നല്ല ബോധമുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ ഈ SIയിൽ അവിടെ കാണുന്നത്, ബിബിനിൽ. അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെയുള്ള ഒരു പോലീസ് ഭാഷയിലുള്ള വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയല്ല, ഇത് പ്രശ്നമില്ല, ഇയാളെ അനുനയിപ്പിച്ച് ഇറക്കണം, അതിന് സ്നേഹ സംഭാഷണമാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സമയത്ത് ആ രീതിയിലല്ലാതെ വേറെ വിധത്തിൽ ഞാൻ അങ്ങനെ ചെയ്തുകളയും ഇങ്ങനെ ചെയ്തുകളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാൻ, ജനലെ കൂടെ കാണാനേ ഒക്കെ ഉള്ളൂ ഇയാളെ. അപ്പം ബിബിൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് തരണം. അപ്പോൾ വളരെ കാര്യമായിട്ട് ഇത് ഒരു 10 മിനിറ്റ്, ഞാൻ ഇവിടെ വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ, നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് തീർക്കാം, ഞാനത് ശരിയാക്കി തരാം, മകനാ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വർഗീസിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് വർഗീസ് കഴുത്തയിലിട്ടുന്ന കുരുക്ക് മാറ്റിയിട്ട് പതുക്കെ വാതിലും തുറന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഇത് അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. മധ്യവയസ്കനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അയാളെ ഈ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റിയത് ഈ ബിബിൻ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറുടെ അങ്ങേയറ്റത്തെ വളരെ അത്ര ഉചിതമായ ആ പ്രവൃത്തിയിലൂടെയാണ്. അതിനെ നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ വേറെ മാർഗമില്ല. കാരണം വളരെ നല്ല ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇങ്ങനെയായിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥർ. കാരണം ഓരോ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ ഉള്ള ഒരു അത് പഠിക്കണം. അത് നന്നായ രീതിയിൽ അത് കൈകാര്യം ചെയ്തു. വളരെ നന്നായ പെരുമാറ്റമാണ്. അതുമൂലം ഒരു ജീവൻ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ, ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ. ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യർ ഇപ്പോൾ ആത്മഹത്യ, ആ സമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. കാരണം ഇത് ഒരു മൊമെൻ്ററി ആക്ഷനാണ്. ഈ പലപ്പോഴും ആത്മഹത്യകൾ വേണ്ടി വരുന്ന ഇങ്ങനെയുള്ള കേസുകളിൽ ചിലർ ആലോചിച്ചുറച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അങ്ങനെ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് പെട്ടെന്ന് ഒരു നൈമിഷികമായിട്ടുള്ള ഒരു പ്രേരണയാണ്. അയാൾ എന്തോ ബഹളം പറ്റി, ഒന്നാമത് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഭാര്യയായിട്ട് രാവിലെ ഏതാണ്ട് സംസാരമായി, സംസാരിച്ച് പിണങ്ങി അവർ. അങ്ങനെ ഇയാൾ നിന്നെ കൊന്നു കളയുമെന്നും പറഞ്ഞ് അയാൾ വെട്ടുകത്തിയെടുത്തു. ഭാര്യയെ വിളിക്കുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. ഇയാൾ കയറി വാതിലടച്ച് തൂങ്ങാനായിട്ട് കയറി. ഇതാണ് സംഭവം.
അത് ഒരു മൊമെൻ്ററി ആക്ഷൻ, അന്നേരം അയാൾക്ക് മനസ്സിൽ, അത് കഴിഞ്ഞാൽ പിന്നെ അയാൾ മരിക്കത്തില്ല, ഇനി അയാൾ ജീവിക്കും. കാരണം ഇനി അയാൾ ആത്മഹത്യ ചെയ്യാൻ പോകത്തില്ല. ഇങ്ങനെ പലരും ഇതേപോലെ ആ ഒരു സമയത്ത് ഈ ആത്മഹത്യ ചെയ്യുന്നവർ ആ ഒരു സമയം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യത്തില്ല. പിന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് കരുതി പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഒരിക്കൽ ഒരുത്തിന് മരിക്കണം, അവൻ മരിച്ചേ അടങ്ങത്തുള്ളൂ. അത് ഒരു കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കയറിയ ഒരാളാണ്. അപ്പോൾ അവൻ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒരു പറങ്കമാവിൽ കയറിയിട്ട് ഒരു കയറിനകത്ത് തൂങ്ങാൻ ശ്രമിച്ചു. ബലമില്ലാത്ത കയറാ, നല്ല കയറൊന്നും വാങ്ങിക്കാനുള്ള മാർഗമില്ല. അത് തൂങ്ങിയപ്പോൾ എന്ത് സംഭവം എന്ന് അറിയാമോ? അതിഞ്ഞ് പൊട്ടി വീണ് ഇവൻ്റെ കാലൊടിഞ്ഞ് ആശുപത്രിയിലായി. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് കിട്ടുന്ന, അവിടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന ഏറ്റവും നല്ല വിഷം എന്ന് പറഞ്ഞാൽ എലിപ്പാഷാണമാണ്. ഈ റാറ്റ്സ് ബെയിൻ എലിപ്പാഷാണം വാങ്ങിച്ച് കൊണ്ടുവന്ന് എങ്ങനെയോ എലിപ്പാഷാണം സംഘടിപ്പിച്ചിട്ട് അതങ്ങ് കഴിച്ചു കിടന്ന് പിടച്ചപ്പോൾ ആരാണ്ട് കണ്ട്. അപ്പോൾ ഇത് ആ നാട്ടിൻപുറത്ത് അറിയാം, ഈ പാഷാണം തിന്ന് അവിടെ പലരും മരിച്ചിട്ടുള്ളതാണ്. അത് എളുപ്പമൊന്നും മരിക്കത്തില്ല ഈ പാഷാണം തിന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് നേരെ വെള്ളം കോരി കൊടുത്തു. അങ്ങനെ ഒരുപാട് വെള്ളം അവനങ്ങ് കോരി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചില്ല. പിന്നെ ആശുപത്രി കൊണ്ടുപോയി, വായൊക്കെ പൊള്ളലൊക്കെ വന്നെന്നുള്ളേ ഉള്ളൂ, രക്ഷപ്പെട്ടിഞ്ഞ് വന്നു. അപ്പോൾ ഇനി പിന്നെ അവൻ ചെയ്തതെന്താണെന്നറിയാമോ? പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന് എലിപ്പാഷാണം തിന്നതിന് ശേഷം ഈ കയറിൽ തൂങ്ങിയത് എവിടാ? കിണറ്റിൻ്റെ പാലത്തിൻ്റെ മേളിൽ. എന്ന് പറഞ്ഞാൽ ഈ 3 വിധത്തിൽ, അതായത് എലിപ്പാഷാണം തിന്നിട്ടുണ്ട്, പിന്നെ തൂങ്ങിയിട്ടുണ്ട്, പിന്നെ കിണറ്റിലാണ്. അപ്പോൾ കിണറ്റിൻ്റെ പാലത്തിലാണ് തൂങ്ങിക്കുന്നത്. അപ്പോൾ അത് പൊട്ടി കിണറ്റി വീണ് ചത്തോളും. എങ്ങനെയായാലും അവൻ ചാവണം എന്ന് വിചാരിച്ചാണ് ചെയ്ത്. പക്ഷേ അവൻ ആ തൂങ്ങിയതിൽ തന്നെ കിടന്ന് മരിച്ചു. അങ്ങനെ അവൻ ആ ശ്രമത്തിൽ വിജയിച്ചു കേട്ടോ. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നോക്കിയപ്പം പോലീസുകാരുടെ വീഴ്ചയെ സംബന്ധിച്ച് കാണാനിടയായ ഒരു ന്യൂസ്, ആലുവ സബ് ജയിലിൽ നിന്നൊരു പ്രതി ചാടിപ്പോയി. 2 ദിവസമായി ഇവൻ ചാടിപ്പോയ. അസം സ്വദേശിയാണ്. എന്താണ് മധുപുറന്നേന്നോ എന്താ അവൻ്റെ പേര്. അവനെ ഏതായാലും ശരി, അവന് വേണ്ടി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നോക്കിയപ്പം ഇവൻ ഒന്നും കാണാനില്ല. അവിടുത്തെ CCTVയിൽ അവനെ ഒരു വാഹനത്തിൻ്റെ അടുത്തൂടെ നടന്നു പോകുന്ന പോലീസ് ആ ജയിൽ കോമ്പൗണ്ടിൽ നടക്കുന്നത് കാണാനുണ്ട്. വേറെ ഒന്നും പിന്നെ അവനെ ഒന്നും കണ്ടു കിട്ടിയില്ല. ഇവൻ നേരെ പോയ എവിടാന്നറിയോ? അവനെ ഈ കേസ്, ഇവൻ സബ് ജയിലിലായ കേസുണ്ടല്ലോ, ആ കേസ് പിടിച്ച പോലീസ് സ്റ്റേഷനിൽ, പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് പിടിച്ചത്. അന്നേരം ഇവൻ്റെ ആധാർ കാർഡ് അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആധാർ കാർഡ് വാങ്ങിച്ചിട്ട് ഇവന് അന്നേരം ഇവിടുന്ന് ഇറങ്ങി അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ ആധാർ കാർഡ് ചോദിച്ചു, ഇതുപോലെ തന്നാന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അവന് തോന്നിയ ഒരു പോലീസുകാരന് സംശയം ഇവനെ തോന്നിയെന്ന് അവനങ്ങ് തോന്നിയപ്പം ഇവൻ ഈ ആധാർ കാർഡ് വാങ്ങിക്കാൻ വന്നവന് ഒരൊറ്റ ഓട്ടം അവിടുന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് ഈ പോലീസുകാർ അവിടെ 2 പേര് ഇരിപ്പുണ്ട്, അവരനങ്ങിയില്ല കേട്ടോ. കാരണം ഇങ്ങനൊരുത്തം ഓടുന്ന എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കാനേ പോയില്ല. അപ്പോൾ അത് അങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുക. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയെ അവിടെ ചെന്നേക്കുന്ന ഇത് നോക്കിക്കോണം. അവൻ ചെയ്ത പണിയൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ നമ്മൾ. ആ കേസിലെ ആധാർ കാർഡ് വാങ്ങിക്കാൻ പോയിരിക്കുന്നവൻ. അപ്പോൾ പോലീസുകാർക്ക് ഇതിന് വിവരമൊന്നും ഇല്ല എന്നുള്ള ഒരു ധാരണ അവനുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ അത് ചെയ്തത്. പിന്നെ വേറൊരു സംഭവം കാണാൻ ഇടയായത്, അത് യഥാർത്ഥത്തിൽ ഈ പോലീസ് ഈ തൂഫാൻ്റെ പ്രവർത്തനമായിട്ട്, തൂഫാൻ ആഞ്ഞടിക്കുകയാണ് കേരളത്തിൽ. അതിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആ പ്രോഗ്രാം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ തൂഫാനിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നോക്കിയപ്പോൾ എല്ലാം തൂഫാനല്ലേ. അപ്പോൾ ആരുടെയും മയക്കുമരുന്ന് പിടിക്കാം. ഒരു പോലീസിൻ്റെ യൂണിഫോം, ഇൻസ്പെക്ടറുടെ യൂണിഫോം അങ്ങ് തയ്പ്പിച്ചു, റെഡിയാക്കിയെടുത്തു. പിന്നെ അവിടെ ഒരു എയർ പിസ്റ്റലോ അങ്ങാണ്ട് ഒരു എണ്ണം അത് ഉണ്ട്, തോക്ക്, അത് ഒരെണ്ണം സംഘടിപ്പിച്ചു വെച്ചു. പിന്നെ അവരെ ഐഡൻറ്റിറ്റി കാർഡ് ഒക്കെ ഇത് വെച്ച് അടിച്ചൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മയക്കുമരുന്ന് കിട്ടുന്നവർ, ഇവൻ ഈ കച്ചവടം ഉണ്ടായിരുന്നവനാണ്. അവനിത് ആരൊക്കെയാണ് കച്ചവടം നടത്തുന്നതൊക്കെ അറിയാം. അപ്പോൾ ഇവനെ നേരെ പോയിട്ടാകുമ്പോൾ ഇപ്പോൾ പോലീസല്ലേ,
അവിടെ ചെന്നു. സബ് ഇൻസ്പെക്ടർ അങ്ങോട്ട് കയറി ഓരോ ഇങ്ങനെയുള്ളവന്മാരെ അങ്ങ് പിടിച്ചിട്ട് അവന്മാരെ ഇന്ന് MDMA പിടിച്ചെടുക്കും, ഉണ്ടെങ്കിൽ അത് എടുക്കും. അവൻ്റെ നിന്നുള്ള കാശും ഒക്കെ വാങ്ങിച്ചിട്ട് അവനെ വലിയ ഇതായിട്ട് ഇത്രയും ഇതൊക്കെ ഈ മയക്കുമരുന്ന് കേസ് പിടിവിട്ടിട്ട് അതിൽ നിന്ന് ഊരി വിടുകയല്ലേ, അതിനുള്ള കാശും വാങ്ങിച്ച് അവനെ അങ്ങ് വിട്ട് കഴിഞ്ഞിട്ട് ഈ MDMA മറിച്ച് വയ്ക്കും ഇവൻ. ഇതാണ് അവൻ്റെ ജോലി. ഇങ്ങനെയുള്ള വൃത്തികെട്ടവനെ നമുക്ക് കാണാൻ കിട്ടുമോ? അവൻ അതായത് പോലീസായിട്ട് അഭിനയിച്ച് പോലീസ് വേഷത്തിൽ ചെന്ന് MDMA പിടിച്ച്, തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള MDMA പിടിച്ച് എന്നിട്ട് അത് മറച്ച് വയ്ക്കുക. കൊള്ളാം. നല്ല മിടുക്കന്മാരായതുപോലുള്ളവന്മാർ ആലോചിച്ച് നോക്കിക്കോളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവന്മാരെ പോലും നമുക്ക് കാണാൻ കിട്ടും. അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല പോലീസ് ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാൻ കിട്ടും. വളരെ നല്ലത്.